ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം. ക്രോസ് മാച്ചിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തോട്ടമേഖലയിൽ നിന്നും ആദിവാസിയിടങ്ങളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയെ ആശ്രയിച്ചു പോരുന്നത്. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്കെത്തുന്നവരാണ് ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്നത്. നിലവിൽ ഇവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പ്രസവ സംബന്ധമായ ആവശ്യത്തിന് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒന്നെന്ന നിലയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സൗകര്യമൊരുക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. ബ്ലഡ് ബാങ്ക് വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് വരെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നതാണ്. പക്ഷേ ഇതുവരേക്കും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ബ്ലഡ് ബാങ്ക് ഇല്ല. അതുപോലെ തന്നെ ക്രോസ് മാച്ച് ചെയ്യാൻ ബ്ലഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ക്രോസ് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്വകാര്യ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നിർധനരായിട്ടുള്ള രോഗികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നു. കോടിക്കണക്കിന് രൂപ വിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങൾ രോഗികൾക്ക് അടിസ്ഥാനപരമായി അടിയന്തരമായി ആവശ്യമുള്ള ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെന്റ് നടപടി ഉടനടി ഉണ്ടാക്കണം. ക്രോസ് മാച്ചിംഗ് സംവിധാനത്തിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അധിക സാമ്പത്തിക ചെലവിന് ഇടവരുത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.